ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് രുചികരമായ സേമിയ പായസം ഉണ്ടാക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി അടുപ്പ് കത്തിക്കാം. നെയ്യ് ഉരുകിയ ശേഷം സേമിയ ചേർക്കാം. 200 ഗ്രാം സേമിയയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നെയ്യിൽ വറുത്തെടുക്കാം. ഇത് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുക്കാം. അടുപ്പ് ഓഫ് ചെയ്ത ശേഷം കോരി മാറ്റി വയ്ക്കാം. അല്ലാത്ത പക്ഷം പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് സേമിയ കരിഞ്ഞ് നിറം മാറിപ്പോവും. പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി വേറൊരു വലിയ പാത്രം അടുപ്പിൽ വയ്ക്കാം. 2 ലിറ്റർ പാല് 1 ലിറ്റർ വെള്ളവും ചേർത്ത് തിളപ്പിക്കാം. ഗ്ലാസ് അളവാണെങ്കിൽ ഈ ഗ്ലാസ്സിന് 10 ഗ്ലാസ് പാലും ഇതേ ഗ്ലാസ്സിന് തന്നെ 5 ഗ്ലാസ് വെള്ളവും ചേർക്കാം. ഇനി അടുപ്പ് കത്തിക്കാം. പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. പാല് തിളച്ചു തുടങ്ങി. ഇനി വറുത്ത് വച്ചിരിക്കുന്ന സേമിയ ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. തിളച്ചു തുടങ്ങി. ഇനി തീ കുറച്ച് വെച്ച് 20 മിനിറ്റ് വേവിക്കാം. പാത്രം അടയ്ക്കേണ്ട ആവശ്യമില്ല. അടച്ചു വെച്ചാൽ പൊങ്ങിക്കളയും. പായസം പാകമായിട്ടുണ്ട്. 1.5 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അലിയുന്നതിനായി നന്നായി ഇളക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇത് പഞ്ചസാരയും ഏലക്കയും ചേർത്ത് പൊടിച്ചതാണ്. അടുപ്പ് ഓഫ് ചെയ്ത ശേഷം പാട കെട്ടാതിരിക്കാനായി കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് 2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കി അണ്ടിപ്പരിപ്പ് ചേർക്കാം. അണ്ടിപ്പരിപ്പ് ചുവന്ന് തുടങ്ങി. ഇനി കഴുകി വൃത്തിയാക്കിയ മുന്തിരി ചേർക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇതിനി പായസത്തിലോട്ട് ചേർക്കാം. അടിപൊളി സേമിയ പായസം തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബും ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ അറിയിക്കണേ.